ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മളിന്ന് ബിസ്മി ഓർക്കിഡിലെ ഡെൻഡ്രോബിയം, വാൻഡ, മുക്കാറ, ഫെനലോപ്സിസ്, അതുപോലെ ചട്ടികൾ, നല്ല പുതിയ ചട്ടികൾ വന്നിറങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കാണുക കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഡെൻഡ്രോബിയാണ്, ചട്ടിയിൽ പോട്ട് ചെയ്ത ഡെൻഡ്രോബിയ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോളി. ആദ്യം ഞാൻ കാണിക്കുന്നത് ഡെൻഡ്രോബിയാണ് കേട്ടോ. ഒരു റാബിറ്റ് എൻ്റെ ഒരു പൂവാണത് കേട്ടോ. റാബിറ്റ് എന്താ പേര് ആവട്ടെ, ഞാൻ നോക്കിയിട്ടില്ല. ഈ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ്. ഇപ്പോൾ പൊതുവേ ഡെൻഡ്രോബിയത്തിന് ഈ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്, ഡെൻഡ്രോബിയ ആണെങ്കിലും എന്ത് ചെടിയാണെങ്കിലും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ചൂടൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് പ്ലാന്റുകളൊക്കെ ഒന്ന് ഡാമേജ് ആയി നിൽക്കുന്ന ടൈമാണ്. പക്ഷേ ഇവരെ ഈ ഭാഗത്തുള്ള ഈ ചട്ടിയിൽ പോട്ട് ചെയ്ത, ഈ മണ്ണിൻ്റെ ചട്ടിയിൽ പോട്ട് ചെയ്ത പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തുമ്മലും മുട്ടും പൂവും അതും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തുള്ളത് നിറയെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. ഈ പോട്ട് ചെയ്ത ഈ ചട്ടിയിലുള്ളതൊക്കെ പൂക്കളും ഉണ്ട്. എല്ലാ പൂക്കളും നിങ്ങളൊന്ന് കാണിക്കുക. പൂക്കളും പ്ലാന്റുകളും ഒക്കെ കാണിക്കുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണിട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത്. ഇതൊക്കെ വലിയ പ്ലാന്റുകളുമാണ് കേട്ടോ. ആൻറ്റിലോപ്പും പിന്നെ ഈ ട്വിസ്റ്റഡ് മോഡലും ഒക്കെ പ്ലാന്റും നല്ല വലുപ്പമാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു ഭാഗത്ത് അവർ ഈ മുൻഭാഗത്ത് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ലൊരു തൈ കരുത്തോടു കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവ്. മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടി ലിപ്പിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ ആൻറ്റിലോപ്പ് ആയതുകൊണ്ട് എൻ്റെ പൂവിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി, ആ പൂവൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയില്ലേ. എനിക്ക് ഇങ്ങനത്തെ പൂവിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു പ്രത്യേകത ഉണ്ട് ആ പൂവ് കേട്ടോ. അതൊക്കെ നിറയെ പൂത്താലേ വലിയ പ്ലാന്റുമാണ് അത്, കണ്ടില്ലേ ആൻറ്റിലോപ്പ്. ഈ ആൻറ്റിലോപ്പിൻ്റെ പ്ലാന്റൊക്കെ നല്ല ഉയർച്ചയിൽ വരും കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പ്ലാന്റുകൾ. ഈ ഒരു ഭാഗത്തൊക്കെ ആൻറ്റിലോപ്പാണ് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ആൻറ്റിലോപ്പ് അതവരെ വൈറ്റ് പൂവ് അതവിടെ വിരിഞ്ഞൊക്കെയുണ്ട്. ആൻറ്റിലോപ്പും ട്വിസ്റ്റഡ് വെറൈറ്റിയും ഒക്കെ ഉണ്ട്, നോർമൽ വെറൈറ്റിയും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തുള്ള പ്ലാന്റുകൾ ഏതായാലും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ്. പൂക്കളും ഉണ്ട്, മുട്ടും ഉണ്ട്. ഒക്കെ മണ്ണിൻ്റെ ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടും ഉണ്ട്. ഒക്കെ കരിയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ വാൻഡകളാണ്. വാൻഡി തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. വേരുകളൊക്കെ നല്ല ഉഷാറാണ്. നല്ല വാൻഡ തന്നെയാണ്. കുറച്ച് വാൻഡേ ഉള്ളൂ കേട്ടോ. ഇത് മുക്കാറയുടെ. മുക്കാറ പൊരി വെയിലത്താണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളറ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പൂവൊക്കെയാണ് ഈ മുക്കാറമ്മ. അധികം മുക്കാറമ്മലും മുട്ടും ഉണ്ട്, പൂവും ഉണ്ട്. എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട്. വേരൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ മഞ്ഞ കളർ അത് വെയിലടിച്ചിട്ടാണ്. പൊരി വെയിലത്താണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. നല്ല വെയിലാണ്, പക്ഷെ എല്ലാത്തിലും മുട്ടുണ്ട്. ഫുള്ള് മുട്ട് വന്നിട്ടുണ്ട്. ചിലതിനൊക്കെ പൂവുണ്ട്. അതേപോലെ തന്നെ ടറേറ്റ് വാൻഡിലൊക്കെ അധികത്തിലും പൂവാണ്. ഇത് മുക്കാറയാണ്. മുക്കാറമ്മൽ തന്നെ എല്ലാത്തുമ്മലും മുട്ടുണ്ട് കേട്ടോ. ചിലതിലൊക്കെ പൂവുണ്ട്, നിറയെ വേരുണ്ട്, നല്ല വേരുകളുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലൈറ്റ് മഞ്ഞമാതിരി കാണുന്നത് എന്താ വെച്ചാൽ പൊരി വെയിലത്ത് നിൽക്കൊണ്ടാണ് കേട്ടോ. പ്ലാന്റുകളൊക്കെ കണ്ടോളി. ഒക്കെ ചട്ടിയിൽ പിടിച്ച പ്ലാന്റുകൾ തന്നെയാണ്.
ഈ ഒരു വയലറ്റ് പൂവ് നല്ല ഭംഗിയായില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതുപോലെ നല്ലൊരു വയലറ്റ് കണ്ടില്ലേ. പിന്നെ ഇങ്ങനെയും കുറേ പ്ലാന്റുകളുണ്ട് ഇവിടെ. നല്ല മുക്കാറാണ് കേട്ടോ. അത് അത്ര തന്നെ വെയിൽ കൊള്ളാത്ത ഈ ഭാഗത്ത് കണ്ടില്ലേ, ആ മുട്ട ഉണ്ടോ ഒടിച്ചിട്ടൊക്കെ തോന്നുന്നു. ഇവർക്ക് അവിടുന്ന് ഇവിടെ സൈഡിൽ നിന്ന് വരുന്ന വെയിലാവുകൊണ്ട് ഇവിടെ അത്ര തന്നെ മഞ്ഞ കളറില്ല. ഇത് ചെറിയ മുക്കാറകളാണ് കേട്ടോ. മറ്റേ ചട്ടിയിൽ പിടിപ്പിച്ചതാണ്. നിലത്ത് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചതുകൊണ്ട് ചട്ടിയിൽ പിടിപ്പിച്ചതുകൊണ്ട് വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അപ്പോൾ പല റേറ്റുമാണ്. അപ്പോൾ അതിന് റേറ്റ് എത്രയാണ് ഓരോ മുക്കാറൊക്കെ എന്ന് ചോദിക്കണ്ട, പലതിനും പല റേറ്റുമാണ്. വലുപ്പത്തിനനുസരിച്ചും പൂവിനനുസരിച്ചും ഒക്കെയാണല്ലോ റേറ്റ് പറയുക. അപ്പോൾ ഇത്രയും പ്ലാന്റുകളില്ലേ, അപ്പോൾ ഇതിൻ്റെ റേറ്റുകളൊക്കെ ഓരോന്നിനും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുക കേട്ടോ. നേരിട്ട് വന്ന് വാങ്ങണമെങ്കിൽ ചട്ടി കൊടുക്കാൻ തന്നെ കൊണ്ടുപോവാം. കൊറിയറാണെങ്കിൽ പിന്നെ ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് കൊടുക്കണം. ഈ പൂവുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇതൊക്കെ ടറേറ്റ് വാൻ്റെയാണ് കേട്ടോ. ടറേറ്റ് വാൻ്റെയും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. ഒക്കെ മുട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ വാൻ്റെയൊക്കെ പൂവ് വരുമ്പോൾ അതിനാ പൂവ് കണ്ട് ആളുകൾ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൂവ് കണ്ടാൽ പൂവ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ. ആ കളറ് നമ്മളെടുത്തില്ല, അപ്പോൾ ഇത് നമുക്ക് വേണമെന്ന്. മറ്റേ നമ്മൾ പൂവ് വിരിയാതെ മുട്ട് കാണുമ്പോൾ ഇതിപ്പോൾ ഏത് പൂവാന്ന് അറിയില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയല്ലേ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഫെനലോപ്സിസാണ്. ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. മുട്ടുള്ളതുണ്ട്, പൂവുള്ളതുണ്ട്, മിനിയേച്ചർ ഉണ്ട്, വലിയ പൂക്കളുള്ളതുണ്ട്. പല സൈസിൽ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. ചട്ടിയിൽ പിടിപ്പിച്ചതുണ്ട്. ഈ ഭാഗമൊക്കെ മൊത്തത്തിൽ പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ്. നല്ല ഫെനലോപ്സിസാണ്. നല്ല കരുത്തുള്ള ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളുമാണ്. പൂവൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരുന്നു. ഇത് കണ്ടങ്ങൾ ലൈറ്റ്, ഇത് നമ്മൾ കാണാത്തൊരു പ്ലാന്റാണ് അല്ലേ. നല്ല ഭംഗിയുള്ളൊരു കളറ്. ലൈറ്റ് എന്താണ് പറയുക, വലിയ ലിപ്പായിട്ട് ആകെ 3 ഇതൾ. അത് വലിയ പൂവുമാണ്. അതിൻ്റെ ലിപ്പ് വലിയ ഇതളിൻ്റെ മാതിരി, ലിപ്പില്ലാത്തത്. നോ ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡെൻഡ്രോബിയത്തിൽ പറയില്ല, അതുപോലത്തെ പ്ലാന്റ്. അങ്ങനത്തെ പൂവാണത് കേട്ടോ. അപ്പോൾ ഫെനലോപ്സിസും ഒക്കെ കണ്ടല്ലോ. ഇത്രയും ഫെനലോപ്സിസുകളുണ്ട്. അപ്പോൾ ഫെനലോപ്സിസൊക്കെ കണ്ടല്ലോ. ഇനി കുറച്ച് ചട്ടികൾ കണ്ടു നോക്കി. ചതുര ചട്ടിയുണ്ട്, ഇങ്ങനത്തെ ചട്ടിയുണ്ട് കേട്ടോ. നമ്മൾ ഫെനലോപ്സിസ് 3 എണ്ണമൊക്കെ വെച്ച് പോട്ട് ചെയ്ത അങ്ങനത്തെ ചട്ടിയുണ്ട്. അത് ടെറസിൻ്റെ മേലെയാണ്, അത് ഞാൻ പോയി എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പൂക്കളുള്ള ഡെൻഡ്രോബിയം ഇതിൻ്റെ ഈ ഫെനലോപ്സിസ് വെച്ച് കൊടുത്തുണ്ട്. അപ്പോൾ അതും കുറച്ച് തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഈ പോളി ഷീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡെൻഡ്രോബിയം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ്. അത് നല്ല അടുക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചട്ടിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം. എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണം കേട്ടോ.
ഇതൊക്കെ കുറച്ച് ചെറിയ പ്ലാന്റുകളാണ്, റേറ്റ് കുറവുമാണ്. എന്നാൽ ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഇതോട്ടോ. അപ്പോൾ ചട്ടി കണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ പുതിയ ഇറക്കിയ ചട്ടി, ഇത് കുറേ ഉണ്ട്. ഇതൊക്കെ നല്ല ചട്ടികളാണ്. അത് ഞാൻ മുന്താസിൻ്റെ അവിടെ നിന്ന് കുറേ വാങ്ങിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. നല്ല ചട്ടികൾ കേട്ടോ, എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങാൻ മാത്രം ചട്ടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരതുമാതിരി പിന്നെ ചെടി പൈപ്പിൽ ഫിറ്റ് ചെയ്തതൊക്കെയാണ്. ഗ്രീൻ നെറ്റ് ചുറ്റിയിട്ട് കോൺ കൊട്ട വെച്ചിട്ടാണ് വെയിലത്തായിരിക്കുന്നത്. ആ വെയിലത്ത് വെച്ചിമലൊക്കെ പൂവുണ്ട് കേട്ടോ, കണ്ടില്ലേ. പൈപ്പ് അവിടെ എന്താണ് നിലത്ത് ഉറപ്പിച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ചെടിയുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. വെയിലത്തിരിക്കുന്നീമലൊക്കെ പൂക്കളും ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.